ഇട്ടുമൂടിയാലും തീരാത്തത്രയും സമ്പത്തും ആസ്തിയുമുള്ള ബ്രിട്ടീഷ് റോയൽ ഫാമിലി എങ്ങനെയാണ് ഈ കാലത്തും പൈസ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ, ബ്രിട്ടീഷ് ഫാമിലിയുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് അവരുടെ ക്രൗൺ എസ്റ്റേറ്റ്സ് എന്ന പ്രോപ്പർട്ടി ആൻഡ് ലാൻഡ് ഹോൾഡിംഗ് ബിസിനസ്. ലണ്ടനിലെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മുതൽ സീ ബെഡ്സും വിൻഡ് ഫാംസും വരെ ഇവരുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭം സോവറിൻ ഗ്രാൻഡ് ആക്ട് 2011 പ്രകാരം വർഷാവർഷം UK ഗവൺമെന്റിന് ചെല്ലുമെങ്കിലും അതിൽ നിന്ന് 1% റോയൽ ഫാമിലിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് റോയൽ ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കി നടത്താനും കൊട്ടാരങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്രൗൺ എസ്റ്റേറ്റ്സ് കൂടാതെ മറ്റ് പ്രൈവറ്റ്ലി ഓൺഡ് റിയൽ എസ്റ്റേറ്റ്സിൽ നിന്നും റോയൽ ഫാമിലിക്ക് വലിയ ഒരു ഇൻകം തന്നെയുണ്ട്. ഡച്ചി ഓഫ് ലാൻകാസ്റ്റർ, ഡച്ചി ഓഫ് കോൺവാൾ എന്നീ എസ്റ്റേറ്റ്സ് ഒക്കെ റോയൽ ഫാമിലിയുടെ പ്രൈവറ്റ് പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. ഇവിടുത്തെ വീടുകൾ, മറ്റ് ബിൽഡിങ്സ് എന്നിവയിൽ നിന്ന് വരുന്ന വരുമാനമൊക്കെ റോയൽ ഫാമിലിക്ക് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ റോയൽ ഫാമിലിയുടെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് കൊണ്ടുവരുന്ന ലാഭം UK ഗവൺമെൻറ് എടുക്കുന്നു. അതിൽ നിന്ന് 1% റോയൽ ഫാമിലിക്ക് തന്നെ തിരികെ നൽകുന്നു. മറ്റ് പ്രൈവറ്റ് റിയൽ എസ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ലാഭം ചില ഫാമിലി മെമ്പേഴ്സിലേക്കും പോകുന്നു. ഇതൊക്കെ കൂടാതെ റോയൽ ഫാമിലിയിലെ മിക്ക മെമ്പേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തായാലും ക്രൗൺ എസ്റ്റേറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?